എന്തുകൊണ്ട് ദൈവം നീതിയുള്ള ദൈവമാണ്? കാരണം ദേശത്തിന്റെ അകൃത്യം അതുപോലെയാ. ഞാൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്തോട്ടെ പാസ്റ്റർ, എന്നിട്ട് പാസ്റ്റർ തന്നെ കണ്ടിന്യൂ ചെയ്താട്ടെ. പാസ്റ്ററെ, ഈ പല പാപങ്ങൾക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ വേർഡും പാപം എന്നല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്ന വേർഡ് അകൃത്യമാണ്. പാപത്തിന്റെ മൂന്നാമത്തെ ഡിഗ്രി അകൃത്യം. ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞ സിൻ, അല്ലെ പാപം. രണ്ടാമത്തെ എന്ന് പറഞ്ഞ ട്രസ്പാസ് അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ, അതാ രണ്ടാമത്തെ വേർഡ്. ഒന്നാമത്തെ സിൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അതിന്റെ അർത്ഥം ഹമാട്ടിയ അല്ലെങ്കിൽ മിസ് ദി മാർക്ക് എന്ന. ട്രസ്പാസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം ഓവർ ദി മാർക്ക് എന്ന, അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഓവർ ദി മാർക്ക് എന്ന. അടുത്ത വേർഡാണിത്. ടോപ്പ് ഇതാണ് ഇനിക്വിറ്റി അല്ലെങ്കിൽ അകൃത്യം. അകൃത്യം എന്നുള്ള വേർഡിന് കൊടുത്തേക്കുന്ന ഡെഫിനേഷൻ ഇതാ: നോയിങ്ലി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ട്രാൻസ്ഗ്രഷൻ ആകും, ട്രസ്പാസ് ആണ്. ലംഘനം, ട്രാൻസ്ഗ്രഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് അകൃത്യമാകും. ഇനി അകൃത്യത്തിനപ്പുറം ഒന്നുമില്ല. അവിടെ പറഞ്ഞേക്കുന്നത് നോയിങ്ലി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. അകൃത്യമെന്ന ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത്. പാപമല്ല, മടങ്ങി വരവിനുള്ള സമയം കഴിഞ്ഞു. അവരുടെ മനസാക്ഷി കഴിഞ്ഞു. കാരണം പാപം ചെയ്യുന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പോലും ഇന്ന് ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. ലോകക്കാരായ മനുഷ്യന് മനസാക്ഷി കുത്തും. ആ അവസരവും കഴിഞ്ഞു. ആ അവസരവും കഴിഞ്ഞ് ട്രാൻസ്ഗ്രഷനും കഴിഞ്ഞു. ട്രാൻസ്ഗ്രഷനും കഴിഞ്ഞ് അകൃത്യമെന്ന ദൈവം എല്ലാം പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ വേർഡ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വേർഡ്, ദൈവവചനത്തിനകത്ത് ഓരോ പാപത്തിന് പല ടൈപ്പിൽ ശിക്ഷ കാണും. അപ്പൊ ഒരു ശിക്ഷ, വിഗ്രഹാരാധനയ്ക്കുള്ള ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 4 തലമുറ വരെയാണ് വിഗ്രഹാരാധനയ്ക്കുള്ള. പക്ഷെ ഏറ്റവും ഹയസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ലൈംഗിക പാപത്തിനുള്ള ശിക്ഷ 1, 2, 3 തലമുറയല്ല, 10 തലമുറ വരെയാണ്. ലോത്തിന്റെ തലമുറ വരെ അതിന്റെ ശിക്ഷ. ലോത്തിന്റെ കുടുംബം ഉദാഹരണമാണ്. ലോത്തിന് കൊടുത്ത ശിക്ഷ അത് ഒന്നാം വർഷം. ഞാൻ അതിന്റെ റെഫറൻസ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിലും അതിന്റെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 23-ന് 23-ന്റെ 2-3 വാക്യങ്ങൾ, 10-ാം തലമുറ പോലും മോവാബ്യർ, അമോര്യർ ദൈവസന്നിധിയിൽ വന്നേക്കല്ലെന്ന്. എന്തുകൊണ്ടാ? ഈ ഒരു ലൈംഗിക പാപം കൊണ്ട്. അപ്പം സാധാരണ ഒരു ശിക്ഷയല്ല. ദേശം ഇവരെ ഛർദ്ദിച്ച് കളഞ്ഞിരിക്കും. കാരണം ദേശത്തിന്റെ മീതെ അകൃത്യത്തിന്റെ ഭാരം വലുതായിപ്പോയി. പക്ഷേ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്തു. കണ്ടിന്യൂ ചെയ്തു. അതെ, പാസ്റ്റർ പറഞ്ഞു വളരെ കറക്റ്റാണ്. നോഹയുടെ കാലത്തെ പ്രളയത്തിന്റെ കാരണവും തെറ്റായ വഴിവിട്ട ജീവിതശൈലി, സൊദോം ഗൊമോറ പട്ടണങ്ങൾ നശിക്കാനുള്ള കാരണം ആ ദേശത്തിൻ്റെ മ്ലേച്ഛത എന്ന് ഓർക്കണം. ദേശത്തിൻ്റെ മ്ലേച്ഛത, അതായത് 2 പുരുഷന്മാർ ലോത്തിന്റെ വീട്ടിൽ വരുമ്പോൾ അവരെ ഇറക്കി വിടണം, രാത്രി അവരോടൊപ്പം ശയിക്കേണ്ടതെന്ന് പറയുന്ന അത്ര മ്ലേച്ഛമായ ഒരു 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 എന്താ പറയേണ്ടത് അതിന്? ആ ഭൂമി നിലവിളിച്ചത് അത്ഭുതമാണോ? പക്ഷേ ഇത് തന്നെയാണ് മുൻപോട്ട് നമ്മൾ കാണുന്ന ചരിത്രം. ഈ ദേശങ്ങളിലൊക്കെ വർദ്ധിച്ചു പെരുകി വന്ന ഇപ്രകാരമുള്ള പാപമാണ് ആ ദേശത്തെ ജനതയെ ഛർദ്ദിക്കുവാനും അവിടെ ദൈവത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു ഭാഗത്ത് ഒരു ജനത ഒരുക്കപ്പെട്ടു, മറുഭാഗത്ത് ഇവരുടെ പാപം പെരുകി അവരെ ഛർദ്ദിക്കേണ്ട സമയമായപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയാണത്. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പോംബി എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. പോംബി, അഗ്നി പർവ്വതം പൊട്ടി അതിൻ്റെ എന്താ പറഞ്ഞ ഈ സോദോം ഗൊമോറയുടെ മേൽ